2021 അത് തന്നെ ആവർത്തിച്ചു. അത് 883 ഖണ്ഡികയിലാണ്. അതിൽ ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അത് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഒരുപാട് മാറ്റം വരുത്തുന്നു. ഈ രണ്ടും കോടിക്കണക്കിൽ വോട്ടർമാരെ ചതിച്ചുകൊണ്ടാണ് LDF ഇപ്പോൾ ഭരിക്കുന്നത്. പിന്നെ അഴിമതിയുടെ കഥ തന്നെയാണ് LDFിൻ്റെ അബ്കാരി ചരിത്രം. ഇപ്പോൾ മന്ത്രി KT ജലീൽ പഞ്ചായത്തുകളുടെ മദ്യനിരോധന അധികാരം അട്ടിമറിച്ചത് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കാനല്ല സർ. CPM പ്രതിനിധിയോട് പറയാം. അന്ന് പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 29 ബാറുകളാണ് കേരളത്തിൽ. ഇപ്പോൾ 886 ഉണ്ടെന്ന് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞു. 920 ഉണ്ടെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കാനാണോ? മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും കുറയ്ക്കാനല്ല ഡിസ്റ്റിലറി തുടങ്ങുന്നത്, അത് ലാഭം കിട്ടാനാണെന്നാണ് പറയുന്നത്. പിന്നെ അഴിമതിയുടെ കഥ എന്ത് പറയാനാണ്? ഒരു ബാറിൽ നിന്ന് 225 ലക്ഷം ഉറുപ്പിയല്ലേ പിരിപ്പിച്ചത്. 200 എത്ര കോടിക്കാണ്? 250 കോടി ഉണ്ടാകാൻ. എന്നിട്ട് പാവപ്പെട്ട ബാർ മുതലാളിയുടെ പ്രതിനിധി പറഞ്ഞ അവസാനം പറഞ്ഞ് ഉരുണ്ട് കളിച്ചതല്ലേ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടാക്കാനാണെന്ന്. എനിക്ക് ചോദിക്കട്ടെ, അഴിമതിയുടെ കഥയല്ലായിരുന്നെങ്കിൽ എന്തിനാണ് KT ജലീൽ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ അധികാരം റദ്ദു ചെയ്തത്? ഓർഡിനൻസ് കൊണ്ടുവരിക ഒരു ബില്ല് അവതരിപ്പിക്കാൻ നേരമില്ലാത്തപ്പോഴാണ്. അത്രയും ഒരു പ്രതിസന്ധി എന്തായിരുന്നു വന്നത്? അതുകൊണ്ട് അഴിമതിയില്ല എന്നുള്ള കഥ പറയണ്ട. പിന്നെ ഈ ഇപ്പോഴത്തെ മദ്യമന്ത്രി രാജേഷ് പ്ലാച്ചിമടയിലെ സമരത്തിന് നമ്മളുടെ വെൽഫെയർ പാർട്ടിക്കാരുടെ കൂടെ കൂടി സമരം നയിച്ച ആളാണ് ജലചൂഷണത്തിനെതിരെ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താ? ജലചൂഷണം ഇല്ലെന്ന. ആര് പറഞ്ഞു? 2020 മലബാർ ഡിസ്റ്റിലറിക്ക് വേണ്ടി വെള്ളം കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ 2 കോടി കെട്ടിവെച്ചതല്ലേ. അവർ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കരാർ ദുർബലപ്പെട്ടതല്ലേ. ഇതൊക്കെ കേരളത്തിന് അറിയുന്ന ചരിത്രമല്ലേ. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പറയൽ അഴിമതിയുണ്ടെന്ന്. അഴിമതി അല്ല സാർ പ്രശ്നം, രാജ്യത്തെ മുടിക്കുകയാണ് മദ്യാധിപത്യത്തിലൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞല്ലോ മന്ത്രിസഭാ തീരുമാനമല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഒരു മന്ത്രിസഭാ തീരുമാനം ഉണ്ടാവില്ലല്ലോ. അത് LDFിൽ CPIക്കും അങ്ങനെയല്ലേ. CPI നേതാക്കൾ അറിയാതെ മന്ത്രിസഭയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. CPIൻ്റെ നേതാക്കൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനം വരുമെങ്കിൽ ഈ CPI നിങ്ങളുടെ മുന്നണിയിൽ എന്തിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ലേ. വർഗീസ് ജോർജിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ മന്ത്രി സമ്മതിച്ചു കൊടുക്കും, പിന്നീടായിരിക്കും പാർട്ടി ചർച്ച ചെയ്യുക. ഇപ്പോൾ CPI സത്യൻ മൊകേരി ലേഖനം എഴുതിയ വെറുതെ ആണോ? സത്യൻ മൊകേരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന സത്യൻ മൊകേരിക്ക് ബോധ്യമൊന്നുമില്ലേ? വർഗീസ് ജോർജിന് ഓക്കെ ശരി, സത്യൻ മൊകേരി ബോധ്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. പണ്ട് കാനൻ രാജേന്ദ്രൻ പറഞ്ഞ ഒരു പരാതി ഉണ്ടെങ്കിൽ AKG സെൻറ്ററിൽ പോയി 2 വർത്തമാനമൊക്കെ പറഞ്ഞ് ചായം കുടിച്ച് പോരുമ്പോൾ പരാതി തരില്ല. സത്യൻ മൊകേരി അങ്ങനെയാണോ? അതൊക്കെ അഴിമതിയുടെ കഥ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ വീരേന്ദ്രകുമാറും മാതൃഭൂമിയല്ലേ പ്ലാച്ചിമട സമരം കത്തിച്ചെടുത്തത്? ആ വീരേന്ദ്രകുമാർ അല്ലേ മരിച്ചു പോയിട്ടുള്ളൂ. മാതൃഭൂമിയും വീരേന്ദ്രകുമാറിൻ്റെ മകനും ഇപ്പോൾ പാർട്ടിയും കൊണ്ട് നടക്കുന്നില്ലേ. എന്തായിരിക്കും കൃഷ്ണൻകുട്ടിയുടെ നിലപാട്? ഇതൊക്കെ ഒരു തരം ചതി തന്നെ. അഴിമതിയല്ലാത്തൊരു കഥ എക്സൈസ് വകുപ്പിൻ്റെ പിറകിലില്ല സാർ. എന്താ ഇപ്പോൾ സ്പിരിറ്റ് പിടിക്കാത്തത്? സ്പിരിറ്റ് കൊണ്ടുവരായിട്ടാ. സകല അബ്കാരി ഗ്രൂപ്പുകൾക്കും കള്ള ഡിസ്റ്റിലറി ഉണ്ട്. ഇവിടെ കള്ളക്കണക്ക് പറയുന്നത് മന്ത്രി രാജേഷ് മദ്യപാനം കുറഞ്ഞിട്ടുണ്ടെന്ന്. അതിനൊരു വലിയ കഥയുണ്ട്. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം പറഞ്ഞുതരാം. മദ്യപാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നും ബാറിന് ആളുകൾ ലൈസൻസ് എടുക്കുമോ? ഇപ്പം കേരളത്തിൽ സാധാരണ സൈറ്റിൽ ഇടായിരുന്നു ഏത് ബാർ തുറക്കുന്നു, എത്ര ഔട്ട്ലെറ്റ് തുറക്കുന്നു. ഇപ്പം സൈറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക, അറിയില്ല, അങ്ങ് തുറക്കുക തന്നെയാണ്. നേരത്തെ ഒരു കടേൻ്റെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞില്ലേ, ഒരു ചായക്കട തുടങ്ങണമെങ്കിൽ അറിയിപ്പ് വേണ്ടേ, പഞ്ചായത്തിൻ്റെ വിവരം വേണ്ടേ. ഇത് പെട്ടെന്ന് കൊടുക്കുക. അഴിമതിയുടെ കഥയാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് അഴിമതിയുടെ കഥയ്ക്ക് അപ്പുറം ശ്രീകണ്ഠൻ MP പറഞ്ഞത് മദ്യം കൊണ്ട് നാട് തകർക്കാനുള്ള ഈ സമീപനത്തെ അനുവദിക്കുകയില്ല.